തടിയൻ്റെ അവിടെ നസീർ ഇടയ്ക്ക് ഭീകരവാദ ബന്ധത്തിൻ്റെ പേരിൽ മാധ്യമങ്ങളൊക്കെ നിറഞ്ഞെന്ന ഒരു പേരായിരുന്നു. ഇപ്പോൾ ഈ തടിയൻ്റെ അവിടെ നസീർ കർണാടകയിൽ അയാളെ പാർപ്പിച്ച ജയിലിൽ നിന്ന് പുറത്ത് ചാടാൻ, അതായത് തടവ് ചാടാൻ ശ്രമിച്ചു എന്നുള്ള വാർത്ത വരുന്നു. NIA കണ്ടെത്തി പക്ഷേ ആ പദ്ധതി പൊളിക്കുകയായിരുന്നു. അതായത് ഈ പരപ്പനാര അഗ്രഹാര ജയിലിൽ നിന്ന് കോടതിയിൽ ഹാജരാക്കാനായിട്ട് കൊണ്ടുപോകുമല്ലോ. അപ്പോൾ വഴിക്ക് വെച്ചിട്ട് രക്ഷപ്പെടുത്താനുള്ളൊരു പദ്ധതിയാണ് ആസൂത്രണം ചെയ്തിരുന്നത്. ആ ആസൂത്രണം ചെയ്തവരിൽ ജയിലിൽ വലിയ സ്വാതന്ത്ര്യമുള്ള ജയിലിലെ തന്നെ സൈക്യാട്രിസ്റ്റ് ഉണ്ട്, ഒരു അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ ASI അതിൻ്റെ ഭാഗമാണ്. അവരെയൊക്കെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് NIA. ആ ഒരു സ്ത്രീയും ഉണ്ട് ഈ കൂട്ടത്തിൽ. അത് പുറത്തുള്ള ഒരു കുറ്റവാളിയുടെ അമ്മ ആണ്, ഫാത്തിമ എന്ന് പറഞ്ഞിട്ട്. അവരെ 3 പേരെയും കഴിഞ്ഞ ദിവസം NIA പ്രത്യേക കോടതിയിൽ ഹാജരാക്കിയിട്ട് 3 പേരെയും റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലഷ്കർ-ഇ-തൈബ, ഇപ്പോൾ ലഷ്കർ-ഇ-തൈബയെ എല്ലാവർക്കും അറിയാമല്ലോ. തടിയൻ്റെ അവിടെ നസീറിനെ പിടിക്കുന്ന കാലത്ത് ലഷ്കർ-ഇ-തൈബ അത്ര അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ ലഷ്കർ-ഇ-തൈബയുടെ പ്രത്യേകിച്ച് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എന്താ പറയുക ഓപ്പറേറ്റീവ് ആയിരുന്നു തടിയൻ്റെ അവിടെ നസീർ എന്ന് പറഞ്ഞ മലയാളി. ഇപ്പോൾ പരപ്പനാര അഗ്രഹാര ജയിലിലാണ്. അപ്പോൾ സൈക്യാട്രിസ്റ്റ് രക്ഷപ്പെടുത്താൻ ഒത്താശ ചെയ്ത സൈക്യാട്രിസ്റ്റിൻ്റെ പേര് നാഗരാജ്. പിന്നെ അനീസ് ഫാത്തിമ, ആ സ്ത്രീ. ഈ ജുനൈദ് അഹമ്മദ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് പുറത്തുള്ള ഒരു പിടികിട്ട പുള്ളിയുടെ അമ്മയാണ് ഈ അനീസ് ഫാത്തിമ, ജുനൈദ് അഹമ്മദിൻ്റെ ഉമ്മ. പിന്നെ ASI ചാന്ദ് പാഷ. ഈ ASI ആണ് ജയിലിൽ ഉള്ള ആശയവിനിമയമൊക്കെ തടിയൻ്റെ അവിടെ. മറ്റവർ ആസൂത്രണം ചെയ്യും, തടിയൻ്റെ അവിടെ നസീറുമായിട്ടുള്ള ആശയവിനിമയമൊക്കെ ഈ ASI ചാന്ദ് പാഷ ആയിരുന്നു. ആംഡ് റിസർവ് ഫോഴ്സിലെ ASI ആണ് ചാന്ദ് പാഷ. അപ്പോൾ ചാന്ദ് പാഷ, അനീസ് ഫാത്തിമ, നാഗരാജ് സൈക്യാട്രിസ്റ്റ്, ഇവരെ 3 പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ പ്രത്യേക കോടതിയിൽ ഹാജരാക്കിയത്. ജൂലൈ 8 തന്നെ അറസ്റ്റ് നടന്നിട്ടുണ്ട്. എന്നിട്ട് കഴിഞ്ഞ ദിവസമാണ് മറ്റേ 6 ദിവസം ചോദ്യം ചെയ്തു. അതിനുശേഷം ഈ അനീസ് ഫാത്തിമ കാര്യമായിട്ടൊന്നും സഹകരിച്ചില്ല എന്ന് NIA പറയുന്നുണ്ട്, ആ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ നസീറിനെ ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് ബംഗ്ലാദേശിലേക്ക് അയക്കാം എന്നാണ് ഉദ്ദേശിച്ചിരുന്നത്. ഇപ്പോൾ ബംഗ്ലാദേശിൽ വളരെ അനുകൂല സാഹചര്യമാണല്ലോ ഉള്ളത്. അപ്പോൾ കോടതിയിലേക്ക് എത്തുമ്പോൾ, ജയിലിൽ നിന്ന് കോടതിയിലേക്ക് പോകുമ്പോൾ ഗ്രനേഡ് പൊട്ടിക്കുമ്പോൾ ആകെ ഒരു പുക ഒക്കെ ഉണ്ടാവുമല്ലോ, ജനങ്ങളും ഒക്കെ വരണ്ടു പരിഭ്രാന്തരാകും. ആ പരിഭ്രാന്തിയിൽ കൂടി രക്ഷപ്പെടുത്തുക എന്നാണ് ഉദ്ദേശിച്ചിരുന്നത്. പോലീസ് യൂണിഫോമിലാണ് ആ ബഹളത്തിൻ്റെ ഇടയ്ക്ക് നിന്ന് തടിയൻ്റെ അവിടെ നസീർ രക്ഷപ്പെടേണ്ടത് എന്ന് തീരുമാനിച്ചിരുന്നു ഈ ആസൂത്രകർ. അപ്പോൾ ചാന്ദ് പാഷ ശിവാജി നഗറിലെ ഒരു കടയിൽ നിന്ന്, ശിവാജി നഗർ നമ്മുടെ ബ്രോഡ്വേക്കാളൊക്കെ വലിയ ഈ കൊമേഴ്സ്യൽ സ്ട്രീറ്റ് ആണല്ലോ ശിവാജി നഗറിലെ കടയിൽ നിന്ന് 10 സെറ്റ് പോലീസ് യൂണിഫോം സംഘടിപ്പിച്ചിരുന്നു ഈ ചാന്ദ് പാഷ. 10 സെറ്റ്. അപ്പോൾ നസീർ രക്ഷപ്പെട്ട ശേഷം ആദ്യം കേരളത്തിലെത്തുക, പിന്നെ പശ്ചിമ ബംഗാളിൽ പോവുക, അവിടെ നിന്ന് ബംഗ്ലാദേശിൽ പോവുക, അങ്ങനെയായിരുന്നു പദ്ധതി. നാഗരാജിന് ജയിലിൻ്റെ അകത്ത് വലിയ സ്വാതന്ത്ര്യമാണ്, സൈക്യാട്രിസ്റ്റ് ആണല്ലോ, എല്ലാ തടവുകാരും ഒക്കെ ആയിട്ട് സംസാരിച്ച് നടക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇയാൾ ഈ നാഗരാജ് ആഴ്ചയിൽ 2 മൊബൈൽ ഫോൺ വാങ്ങും കടകളിൽ നിന്ന്. അത് അയാൾക്കൊരു വെപ്പാട്ടി ഉണ്ട്, പവിത്ര എന്ന് പറഞ്ഞിട്ട്. പവിത്രയുടെ പേരിലാണ് മൊബൈൽ ഫോൺ വാങ്ങുന്നത്, ആഴ്ചയിൽ 2 എണ്ണം. എന്നിട്ട് അത് ജയിലിലെ ഈ പ്രതികൾക്ക്, അന്തേവാസികൾക്ക് കൊണ്ടുപോയി കൊടുക്കും. അവർക്ക് പുറത്ത് എവിടെയെങ്കിലും പൈസ കൊടുക്കാനൊക്കെ സംവിധാനം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ പ്രതികൾക്ക് അത് വിദേശത്തുള്ള അവരുടെ ഹാൻഡ്ലേഴ്സ് ഉണ്ടല്ലോ, ഇപ്പോൾ പാകിസ്ഥാനിലൊക്കെ കാണുമല്ലോ, ബംഗ്ലാദേശിലൊക്കെ തടിയൻ്റെ അവിടെ നസീറിനൊക്കെ, അവരുമായിട്ട് എപ്പോഴും ബന്ധത്തിലിരിക്കാൻ വേണ്ടിയിട്ടുള്ള മൊബൈൽ ഫോണുകളാണ് ഇത്. ഇവ വച്ചാണ് ഈ ജയിൽ ചാട്ടം ഏകോപിപ്പിച്ചത്, ജയിൽ ചാട്ട പദ്ധതി തടിയൻ്റെ അവിടെ നസീറിൻ്റെ. അപ്പോൾ ഫാത്തിമയും പാഷയും
ഫാത്തിമ എന്ന് പറഞ്ഞ ആ സ്ത്രീ, ജുനൈദിൻ്റെ ഉമ്മ, പാഷ, ചാന്ദ് പാഷ, ASI, അവർ രണ്ടുപേരും ജുനൈദുമായിട്ട്, വിദേശത്തുള്ള ജുനൈദുമായിട്ട് രഹസ്യമായി ആശയവിനിമയം നടത്തിക്കൊണ്ടേയിരുന്നു. സിഗ്നൽ ആപ്പ് വഴിയാണ് ജുനൈദുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ അൽ-ഖ്വയ്ദ ആക്ടിവിസ്റ്റ് ജുനൈദ് പുറത്തുള്ള ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത്. ഈ മൊബൈൽ ഫോണുകളൊക്കെ പിടിച്ചെടുത്തിട്ട് ഇവരുടെ വോയിസ് സാമ്പിൾസും എടുത്തിട്ട് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫോറൻസിക് പരിശോധനയ്ക്ക് മൊബൈൽ ഫോണുകൾ അയച്ചിട്ടുണ്ട്. ഫാത്തിമ സഹകരിച്ചില്ല എന്ന് NIA പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ ബാത്റൂമിൽ പോയിട്ട് ഹാർപിക് ക്ലീനറില്ലേ, ബാത്റൂം ഹാർപിക്, അത് കുടിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുകയും ചെയ്തു. ഈ നസീറും 8 പ്രതികളും ജയിലിനകത്ത് നിന്ന് ഈ പദ്ധതികൾക്ക് പല ആസൂത്രണങ്ങളും നടത്തിയിരുന്നു. കൂടെയുള്ള 8 പ്രതികളും സ്റ്റഡിൻ്റെ അവിടെ നസീറും അവർ പല സ്ഫോടനങ്ങളും ആസൂത്രണം ചെയ്താണല്ലോ. അതിൽ 8 പ്രതികളുണ്ട്. ആ 8 പ്രതികളും ജയിലിനകത്ത് നിന്ന് പദ്ധതികൾക്ക് പല ആസൂത്രണങ്ങളും നടത്തിയിരുന്നു. അടുത്തിടെ കോടതിയിൽ ഇവർ ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചതും വേറെ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതും ഈ മറ്റേ കോടിസുനി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ പല പ്രതികൾ, ഫ്രീ ആണല്ലോ എന്ന് പറഞ്ഞ പോലെയാണ് ഈ തടിയൻ്റെ അവിടെ നസീറിൻ്റെ കഥയും. തടിയൻ്റെ അവിടെ നസീർ അപ്പോൾ ജയിലിൻ്റെ അകത്ത് നിന്നിട്ടും പല അക്രമ പ്രവർത്തനങ്ങൾക്കും പദ്ധതി ഇട്ടിരുന്നു. അതിപ്പോൾ ജയിലിൽ സമ്മതിച്ച് ഈ ശിക്ഷ കാലാവധി കുറയ്ക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു, കുറ്റമൊക്കെ സമ്മതിച്ചിരുന്നു. ഇയാളുടെ കൂടെയുള്ള പ്രതികൾ സയ്യദ് സുഹൈൽ, മുഹമ്മദ് ഉമർ തബ്രീസ്, സയ്യദ് മുദസിർ പാഷ, മുഹമ്മദ് ഫൈസൽ, സൽമാൻ ഖാൻ, വിക്രം കുമാർ. വിക്രം കുമാർ എന്നുള്ള പേര് ശരിക്കും അയാളുടെ പേര് ചോട്ട ഉസ്മാൻ എന്നാണ്. വിക്രം കുമാർ എന്നും പേരുണ്ട്. അപ്പോൾ ഇത്രയും പേർക്കെതിരെ ഇപ്പോൾ വേറെ കേസ് കൊടുത്തിട്ടുണ്ട്. ജയിലിൽ നിന്ന് വേറെ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തതിൻ്റെ പേരിൽ. നസീറിന് ചാന്ദ് പാഷയാണ് വിവരങ്ങൾ കൈമാറിക്കൊണ്ടിരുന്നത്. കാരണം അയാൾ ASI എന്നുള്ള നിലയ്ക്ക്. സാർ, ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഭീകരവാദികൾ, അപ്പോൾ നമ്മൾ ഈ തടിയൻ്റെ അവിടെ നസീറിനെ നേരത്തെ വളരെ മുമ്പേ ലഷ്കർ-ഇ-തൊയ്ബയൊക്കെ നമുക്ക് പരിചിതമാകുന്നതിന് മുമ്പേ പിടികൂടിയ ഒരാളാണ്. അപ്പോൾ ഇയാൾക്ക് അന്ന് മുതലേ ബന്ധമുണ്ട്. അപ്പോൾ ഇയാളിപ്പോൾ പുറത്ത് ചാടാനായിട്ട് ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ ASIയും അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റും സഹായിച്ചാൽ പുറത്ത് എത്രയോ ആളുകൾ അതിന് പിന്തുണ നൽകുന്നു, സാമ്പത്തികപരമായിട്ട്, ബാക്കിയുള്ള മോറൽ സപ്പോർട്ട് ഇതൊക്കെയുണ്ട്. അപ്പം ആ ജയിലിന് ചുറ്റും എന്തൊക്കെയോ കൂടുതൽ കാര്യങ്ങൾ നടത്താൻ പറ്റുന്ന ലഷ്കർ-ഇ-തൊയ്ബയുടെ തന്നെ സ്ലീപ്പർ സെൽസ് ഉണ്ടെന്നല്ലേ അർത്ഥം? അതാ എൻ്റെ അർത്ഥം. മാത്രമല്ല, ഈ കർണാടകയിൽ ഇപ്പോഴത്തെ ഭരണം എന്ന് പറയുന്നത് അത്യാവശ്യം ഇസ്ലാമിക വോട്ട് ബാങ്കിനെയൊക്കെ ലക്ഷ്യമാക്കിയിട്ടുമൊക്കെയാണല്ലോ. അപ്പോൾ ക്ഷേത്രങ്ങളെ എങ്ങനെയെങ്കിലും പരിധിയിലാക്കണം, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഭരണത്തിൻ്റെ ഒരു ശീതള ഛായ അവിടെ ഉണ്ട് എന്നുള്ളതും വളരെ വ്യക്തമാണ്. പുറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് പുറത്തു നിന്നുള്ള ആളുമായിട്ട് ബന്ധപ്പെടാനായിട്ട് എന്ന് പറഞ്ഞാൽ ഫണ്ടിങ് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ ജയിലിൻ്റെ അകത്തെ ഒരു ASI ഇല്ലേ, സൈക്യാട്രിസ്റ്റ്, അവർ വെറുതെ ഓസിന് ഇത് ചെയ്തു കൊടുക്കില്ലല്ലോ. അപ്പോൾ പുറത്തു നിന്ന് മൊബൈൽ ഫോൺ മേടിച്ച് ജയിലിൽ കൊണ്ടുപോയി വിദേശത്തുള്ളവരുമായിട്ട് ബന്ധപ്പെടാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ ഈ സഹായം ചെയ്യുന്നവർക്കും വേറെ എവിടെ നിന്നൊക്കെയോ ഫണ്ട് വരുന്നുണ്ട് എന്നുള്ള അതും കൂടി ഇതിൽ നിന്ന് തെളിയുന്നുണ്ട്. അതെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള തീവ്രവാദികൾക്ക് വളർന്നു വരാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമായിട്ട് ഇപ്പോൾ തമിഴ്നാട്, കർണാടക പോലെയുള്ള നമ്മുടെ അയൽ സംസ്ഥാനങ്ങളും മാറുന്നു എന്നുകൂടെ മനസ്സിലാക്കണം അല്ലേ? എന്തുകൊണ്ടായിരിക്കും അവിടുത്തെ ഭരണാധികാരികൾ അതിനെ കണ്ടില്ല എന്ന് നടിക്കുന്നത്? അത് വളരെ വർഷങ്ങളായിട്ട് ഈ പ്രത്യേകിച്ച് ഈ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഒരു വോട്ട് ബാങ്കാണ്. കാരണം ഇപ്പോൾ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും സോണിയാഗാന്ധിയുടെ ഒരു ലേഖനം അടുത്ത കാലത്ത് വന്നതും കണ്ടിരുന്നില്ല. അവർ പാകിസ്ഥാൻ്റെ കൂടെ നിന്നിട്ടാണ് വർത്തമാനം പറയുക പഹൽഗാമിൻ്റെ കേസിൽ, അല്ലെങ്കിൽ വേറെ വിമാന ദുരന്തം ഉണ്ടായാലും അങ്ങനെയാണ് പറയുക. ഏതെങ്കിലും ഒരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൈനയുടെ കൂടെ നിന്നാണ് സംസാരിക്കുക. അപ്പോൾ കോൺഗ്രസ്സിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹിന്ദുത്വ എന്ന് പറഞ്ഞൊരു സംഗതിക്ക് BJPയുടെ ഹിന്ദുത്വക്കെതിരെ ഒരു മൃദു ഹിന്ദുത്വ കൊണ്ടുവന്നിട്ട് രക്ഷപ്പെടുന്നില്ല എന്നുള്ളതും മനസ്സിലായിരുന്നു. എങ്കിൽ പിന്നെ ഇസ്ലാമിക വോട്ട് ബാങ്കിനെ തൃപ്തിപ്പെടുത്തുന്ന വിധത്തിൽ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതായി. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ അകത്തുള്ള ഒരു നിയന്ത്രണം അതൊക്കെ അഴിച്ചു വിട്ടിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.